ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഞങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരി കയ്യെ കാലെ പിടിച്ചവനോട് പറയാണ്, ഒരു തരത്തിലും ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല ശങ്കർ എന്നൊക്കെ. ഇവ ദയനീയമായിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ഗൗരിയെ അതിലും നിസ്സഹായമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ശങ്കർ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നോക്കിയിരുന്നു. ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പം അതൊക്കെ അവളുടെ മുഖത്തേക്ക് തൊടാനായിട്ട് അവനിങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. കൈ കവളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കൈ അവൾ തൊട്ടില്ല, അതിന് മുമ്പ് ചുരുട്ടി അവൻ താഴേക്ക് തിരിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ചോദിച്ചു, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടി അത്രയെങ്കിലും നിനക്കൊന്ന് ചെയ്തുകൂടെ? എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് നിന്നോടുണ്ടായിരുന്ന വിശ്വാസം, എല്ലാവരുടെ കണ്ണിലും ഭ്രാന്ത്. ആ ഭ്രാന്തായിരുന്നു എൻ്റെ പ്രാണവായു എന്നാർക്കും മനസ്സിലായില്ല. പക്ഷേ ഇപ്പം ആ ഭ്രാന്ത് കഴിഞ്ഞു ഗൗരി. എനിക്കിപ്പോൾ ശ്വാസം മുട്ടാണ് ഗൗരി, എനിക്ക് ശ്വാസം മുട്ടുക. കരഞ്ഞുകൊണ്ടാണ് ശങ്കർ പറയുന്നത്. ജീവിക്കാൻ ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല, എൻ്റെ വടക്കുന്നാഥം പോലും ഇല്ല. ഗൗരി ആകെ തകർന്ന് തരിപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം ശ്യാമിൻ സാറിൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ വേണിയുടെയും ആദർശിൻ്റെയൊക്കെ കുടുംബത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്യാമ് മര്യാദയ്ക്ക് കഴിക്കുന്ന പോലുമില്ല. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക, എന്താ നിനക്ക് പറ്റിയെന്ന്. അപ്പോൾ ഒന്നുമില്ല. ശ്യാമേട്ടൻ ഇപ്പോഴും ഗൗരിമോളെക്കുറിച്ചുള്ള ചിന്തയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഗൗരിയെ ശങ്കർ നോക്കിക്കോളും, അതോർത്ത് സങ്കടപ്പെടണ്ട. ചാരങ്ങാട്ടുകാർ പോലും ഗൗരി ഒന്ന് വഴക്ക് പറയാൻ വേണ്ടിയിട്ട് അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ ഗൗരിമോളെക്കുറിച്ച് ആലോചിച്ച് നിൻ്റെ സ്വസ്ഥതയൊന്നും കളയണ്ട. ശങ്കർ അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവൾക്കൊന്നും പേടിക്കാനില്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും വേണി പറഞ്ഞു, മുത്തശ്ശി ഞാനൊരു കാര്യം പറയാട്ടോ, ഏട്ടൻ നമ്മുടെ ഗൗരിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കുന്ന ആരും കരുതണ്ട, ഏട്ടനെ കൊണ്ടത് പറ്റില്ല, ഏട്ടൻ ഗൗരിക്ക് മാപ്പ് കൊടുക്കുകയില്ല എന്നൊക്കെ വേണി പറഞ്ഞു കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. എൻ്റെ വീട്ടുകാരെല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവർ ഗൗരിയോട് ക്ഷമിക്കുന്ന നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് ഗൗരി ചെയ്തത് ശരിയാണോ? ഇല്ലാട്ടാ, ഗൗരിയോട് ക്ഷമിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല, അവർ ക്ഷമിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ ആദർശ വേണിയോട് പറഞ്ഞു, വേണി നീ മര്യാദയ്ക്കിരുന്ന ആഹാരം കഴിക്കുക, നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം, നമ്മൾ വന്നത് ആഹാരം കഴിക്കാനല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ആദർശേട്ടാ ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, പറയുമ്പോൾ എനിക്കെല്ലാം പറയണമല്ലോ, അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ എനിക്കാവില്ല. ഒരു കണക്കിന് എൻ്റെ വീട്ടുകാരെ സമ്മതിക്കണ്ടേ? എന്തൊരു വലിയ മനസ്സാണ്, ഗൗരി ഇപ്പോഴും അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, ഗൗരിയെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ അവൾ പോയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്യാമപ്രസാദിൻ്റെ ക്ഷമ കിട്ടും കേട്ടോ. നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്യാം ദേഷ്യപ്പെടുകയാണ്. ആദ്യമായിട്ടാണ് ശ്യാം ഇതുപോലെ ഒച്ച എടുക്കുന്നത്. നീ എന്താ പറഞ്ഞത്? നിൻ്റെ വീട്ടുകാർക്ക് വലിയ മനസ്സാണെന്നോ? വലിയ മനസ്സ്, ആ മനസ്സ് ഞാൻ കണ്ടതാ. നിൻ്റെ വീട്ടുകാരുടെ ഹൃദയവിശാലതയൊക്കെ എനിക്ക് നല്ലവണ്ണം മനസ്സിലായതാ. അവരെക്കുറിച്ച് കൂടുതൽ നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ചാരങ്ങാട്ടുകാരുടെ സ്വഭാവമഹതിയെക്കുറിച്ച് നീ ആർക്കും ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ട. നീ നിൻ്റെ നാവടക്കി മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരുന്നോണം. ശ്യാമിൻ്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേടി അന്തം വിട്ട്, നന്ദിനി അമ്മ മുത്തശ്ശി ഇതേ കണ്ടോ? പ്രൊഫസർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞില്ല എന്തുട്ടാ തെറ്റ്? ഗൗരി ചെയ്തത് അമ്മാതിരി പണിയല്ലേ എന്നൊക്കെ വേണി ഇങ്ങനെ ചോദിക്കുക. അതുകൊണ്ട് അവൾക്കിവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഗൗരി ചെയ്തത് തെറ്റല്ലേ? അപ്പോഴേക്കും വേണി നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ എന്ന് പ്രൊഫസർ. ഇതെന്തുട്ടാ പ്രൊഫസറെ ഇത്? ഞാൻ കറിയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയണത് ശരിയാണോ എന്ന് പറഞ്ഞ് വേണി ഒട്ടങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു, വേണി നിന്നോട് മിണ്ടാതിരിക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ, അത് നീ അനുസരിക്കുക. ആദർശേട്ടാ, ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ പ്രൊഫസർ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അതും ഞാൻ ശരിയായൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ. അതിന് മാത്രം നമ്മളെന്തൊട്ട് തെറ്റാ ചെയ്തേ? ഗൗരിയുടെ സ്ഥാനത്ത് ഈ സെയിം തെറ്റ് ഞാൻ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുമായിരുന്നോ? ഈ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തല മുണ്ടിട്ട് നടക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിന്നോട് സംസാരിക്കരുതെന്നല്ലേടി ഞാൻ പറഞ്ഞത് എന്ന് പ്രൊഫസർ. അപ്പോൾ വേണി ചോദിച്ചു, എടിയോ? അപ്പോൾ നന്ദിനിയമ്മ മുത്തശ്ശിയൊക്കെ ആകെ വെപ്രാളപ്പെട്ട് പോവാണ്. ശ്യാം ഇങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ശ്യാമേട്ടാ, അപ്പം മുത്തശ്ശിയും ചോദിക്കുകയാണ്, എടാ ശ്യാമ നീ നിനക്ക് എന്താ പറ്റുക? നീ എന്തിനാ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ നന്ദിനി പറഞ്ഞു, വേണി എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ അതങ്ങോട്ട് ക്ഷമിച്ചുകൂടെ? ശ്യാമേട്ട ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെയാണോ ശ്യാമേട്ട അവളോട് മറുപടി പറയണത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിന് മനസ്സിലായി താൻ മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ താൻ ദേഷ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ താൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ അപമാനിക്കപ്പെട്ടതും ഗൗരിയെക്കുറിച്ചുള്ള ആശങ്കയൊക്കെ എൻ്റെ സമനില തെറ്റിക്കുകയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശ്യാമപ്രസാദ് അവിടെ നിന്ന് എഴുന്നേൽക്കുക.
ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേണി ആദർശ് ഉപദേശിക്കുകയാണ്, ഒരു കാരണവശാലും നീ ഇനി ഇതുപോലെയൊന്നും സംസാരിക്കരുത്. അപ്പോഴേക്കും വേണി പറഞ്ഞു, എപ്പോഴും നമ്മൾ വീട്ടുകാരുടെ കൂടെ നിൽക്കുക മാത്രമല്ല, വല്ലപ്പോഴും ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ പ്രൊഫസർ നമ്മളോട് സംസാരിച്ച രീതി, എന്നോട് സംസാരിച്ച രീതി കറക്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? അങ്ങനെ ആ രീതി ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒരു കമാന്നക്ഷരം പറയില്ല, തെറ്റെൻ്റെ ഭാഗത്താണെന്ന് ഞാൻ സമ്മതിച്ച് തന്നേക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും സമാധാനം കിട്ടുമല്ലോ, എന്താ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ വേണി പ്ലീസ്, നിങ്ങൾ ഇടക്കിടയ്ക്ക് വേണി 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 കോണി കോണി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് മനുഷ്യ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ ഗൗരി, അവൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവളെ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ വീട്ടുകാർ നിങ്ങൾ അവരെ പൂവിട്ട് പൂജിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫസർ എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ വേണി, ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ അവളെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം എൻ്റെ പൊന്നും മനുഷ്യ, നിങ്ങളുടെ പെങ്ങൾ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ ധ്രുവൻ നിങ്ങളുടെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു രാത്രി കഴിഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. ഒരു രാത്രി അവൻ്റെ ഒപ്പം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ അവൾക്ക്? നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു രാത്രി അവൻ്റെ ഒപ്പം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, ഒരു രാത്രി മൊത്തം ധ്രുവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ലേ നീ അവളെ സംശയിക്കാനുള്ള കാരണം? പിന്നല്ലാണ്ട് എന്തിനാ അധികം? അത് പോരെ, ഒരു രാത്രി 2 കഴിഞ്ഞാൽ പോരെ? അപ്പോഴേക്കും നമ്മുടെ ആദർശ് ചോദിച്ചു, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു റൂമിൽ എത്രയോ രാത്രികൾ കഴിഞ്ഞു, എന്നിട്ട് നമുക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ? നീ പറ. അപ്പോഴേക്കും നമ്മുടെ വേണി അങ്ങോട്ട് ചമ്മി കേട്ടോ. വേണി പറഞ്ഞു, അത് വേണി, ഒരാണിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഒരു രാത്രി കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവൾ തെറ്റുകാരിയാകുന്നില്ല, അവളുടെ പരിശുദ്ധി നഷ്ടപ്പെടുന്നില്ല. നമ്മൾ തന്നെയല്ലേ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. നീ ഗൗരിയെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഗൗരിയെ നീ വിശ്വസിച്ചേ പറ്റൂന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല, അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗൗരിയെ ഞാൻ വിശ്വസിക്കുന്നു. ശങ്കറിനോട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ ശങ്കറുമായിട്ടുള്ള കല്യാണത്തിന് അവൾ സമ്മതിക്കില്ലായിരുന്നു. അത് നീ മനസ്സിലാക്കുക. ഇനി ഗൗരിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, അവൾ തെറ്റുകാരി അല്ല വേണി. നിനക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ നീ ഗൗരിയെയും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. വേണിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വേണിക്ക് പൂർണ്ണമായിട്ടും ഈ ആദർശിൻ്റെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് വേണി താലം കുത്തി വീണു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും നമ്മുടെ ശങ്കർ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും രാധാമണി വന്നിട്ട് പറഞ്ഞു, നീ എങ്ങോട്ട് പോവുക? അപ്പം ഞാൻ പുറത്ത് വരെ ഒന്ന് പോവാണ്, നീ ആഹാരം വല്ലതും കഴിച്ചിട്ട് പോകും. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ നിൻ്റെ പെണ്ണിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ അല്ലേ? അയ്യോ, ആ നശിച്ചവടെ കൈ കൊണ്ടുണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധാമണി തങ്കച്ചി ഗൗരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശേഖരൻ അങ്ങോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ അവിടെ മുത്തശ്ശി ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ശേഖരൻ പറഞ്ഞു, ഇവൻ്റെ പെണ്ണിൻ്റെ കൈപ്പുണ്ണി ഇവൻ മാത്രമല്ലല്ലോ, ധ്രുവനും അറിഞ്ഞിട്ടുണ്ടല്ലോ. ധ്രുവനും അവൾ ഉണ്ടാക്കിയതല്ലേ കഴിക്കുള്ളായിരുന്നു. അവൻ ചത്തില്ലായിരുന്നെങ്കിൽ നിനക്ക് തരാത്ത എന്തെങ്കിലും സ്പെഷ്യൽ കറികൾ നിൻ്റെ പെണ്ണ് അവൻ ഉണ്ടാക്കി കൊടുത്തിരുന്നോ എന്ന് നിനക്കൊന്ന് ചോദിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശേഖരൻ്റെ കളിയാക്കൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ശങ്കർ കൈയൊക്കെ ചൂരിട്ട് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കൈ മുറുക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇടിക്കാനായിട്ട് തുടങ്ങുന്ന കൈ മറ്റേ കൈ കൊണ്ട് പിടിച്ച് വെച്ചേക്കാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ശേഖരൻ്റെ മൂക്കിടിച്ച് പരത്തും, ആ ഒരു രീതിയിലാണ്. ഏതായാലും ശങ്കർ മറുപടി ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും രാധാമണി തങ്കച്ചി പറഞ്ഞു, ശേഖര, നീ വെറുതെ അവനെ കളിയാക്കണ്ട. അവൾ അങ്ങനെ ആയതിന് ഇവൻ എന്താ ചെയ്തേ? ഇവൻ എന്ത് പഴിച്ചു? അവൾ അങ്ങനെയൊക്കെ ആണെന്ന് അവൻ അറിയത്തില്ലായിരുന്നല്ലോ, അവൻ അറിയാതെയല്ലേ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഇവനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. മോനെ ശങ്കര, എനിക്ക് നിൻ്റെ കാര്യം ഓർത്തിട്ട് സങ്കടം തോന്നുകയാണ്. നീ ഒരു മണ്ടൻ. അവളെ മഹാറാണിയായിട്ട് വിചാരിച്ച് തലേ ചുമന്നുകൊണ്ട് നടന്നു. എന്നിട്ട് അവസാനം അവൾ നിനക്ക് തിരിച്ചു തന്നത് എന്താ? അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നീ ചെയ്തു? അവളുടെ പേര് പറഞ്ഞ് മറ്റുള്ളവർ നിന്നെ കളിയാക്കുമ്പോൾ മറുത്തൊരക്ഷരം നിനക്കിപ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മോൻ എങ്ങനെ ജീവിച്ചതാ? തലയെടുപ്പുള്ള ഒരു കൊമ്പനായിട്ട് ജീവിച്ചതല്ലേ? എന്നിട്ട് നിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ, എല്ലാം അവൾ ഒറ്റയൊരുത്തിയായിട്ട് നശിപ്പിച്ചു. ആൾക്കാരുടെ മുഖത്ത് നോക്കും പോലും പറ്റാണ്ടാക്കിയില്ലേ അവൾ. അപ്പോഴേക്കും ശേഖരം ചോദിച്ചു, അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ? ഇവൻ എൻ്റെ കിടാവെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി പറഞ്ഞ, ഇനി ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട, പാവം എന്ന് പറഞ്ഞിട്ട് ശേഖരൻ അങ്ങ് പോയി. അപ്പോഴേക്കും രാധാമണി തങ്കച്ചി പറഞ്ഞു, മോനെ ശങ്കരെ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, നീ വന്ന് വല്ലതും കഴിക്കുക. എന്തായാലും ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശങ്കറിൻ്റെ വയറ് നിറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശങ്കർ അങ്ങ് പോവാം. രാധാമണി തങ്കച്ചിയുടെ അടുക്കളയിലേക്കും പോയി. അപ്പോഴേക്കും മുത്തശ്ശി ശങ്കറിനെ ഇങ്ങ് വിളിച്ചു കേട്ടോ. ശങ്കർ പോവുമായിരുന്നു, മണികിലേക്ക് വിളിച്ചു. എന്നിട്ട്
അടുത്തിരുത്തി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോയിലേക്ക് ചൂണ്ടി ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് ആ മണി അങ്ങോട്ട് കിലുക്കി അവനെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് ആശ്വസിപ്പിക്കുക. നിനക്ക് വടക്കുന്നാഥനുണ്ടെന്നെങ്ങാണ്ടാണ് അതിനർത്ഥം. ഗൗരി സങ്കടം സഹിക്കാതെ ഇപ്പം കമലയുടെ അരികിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. ആരോടെങ്കിലും ഒന്ന് പറയാനായിട്ട്. ശങ്കറിനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല, ശങ്കറിന് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും ഞാൻ പറയുന്ന ഒന്ന് സത്യമാണെന്ന് ശങ്കറിന് മനസ്സിലാവുന്നില്ല. ശങ്കറിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ശങ്കറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ല കമലയെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരി, എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് ഞാൻ എങ്ങനെയാണ് ശങ്കറിനെ വിശ്വസിപ്പിക്കേണ്ടത്, എനിക്ക് അറിയില്ല കമലയെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഗൗരി സങ്കടപ്പെടുകയാണ്. ശങ്കർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. ശങ്കർ ഈ സങ്കടത്തിൽ നിന്നും വേദനയിൽ നിന്നൊന്ന് പുറത്തു വരണം, അതിനെന്ത് വേണേലും ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗൗരി അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിച്ച് ശങ്കർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഗൗരി കരയാതിരിക്കുക. ശങ്കർ വിഷമിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ശങ്കർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് ശരിയല്ലേ? നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളോട് ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീട്ടിലെ എല്ലാവരും എതിർത്തിട്ടും ശങ്കർ നിൻ്റെ ഒപ്പം തന്നെയല്ലേ നിൽക്കുന്നത്? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവനെ ഓർത്ത് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിനക്ക് അവനോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് നീ അവനെ ഓർത്ത് സങ്കടപ്പെടുന്നതും. ഗൗരി, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നീ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും വേണ്ടിയിട്ടുള്ള നിമിത്തങ്ങളും കാരണങ്ങളും മാത്രമാണ്, അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്തായാലും നമ്മുടെ വേണി രാധാമണി തങ്കച്ചിയെ വിളിക്കുകയാണ്. അമ്മ, അവിടെ എന്തുട്ടൊക്കെ അമ്മയെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞേ. ഓ, ഇവിടെ എന്ത് ശേഷം? നിനക്കവിടെ സുഖമല്ലേ? നിനക്ക് സന്തോഷമല്ലേ? എനിക്കിവിടെ സുഖമാണ്, എനിക്ക് വളരെയധികം സന്തോഷമാണ് എന്ന് വേണ്ടി പറയുകയാണ്. എന്നിട്ട് ഗൗരിയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. ഗൗരി എങ്ങനെ ഇരിക്കണു? ഗൗരി ഹാപ്പി ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേ വേണി, ഞാൻ നിന്നോട് കാര്യം പറഞ്ഞേക്കാം. നീ എന്നോട് മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, പക്ഷേ അവളെക്കുറിച്ച് എന്നോടൊരക്ഷരം വേണ്ടി പോയേക്കല്ല. അപ്പോഴേക്കും നമ്മുടെ വേണി പറഞ്ഞു, അമ്മേ എന്തുട്ടാ ഈ പറയണത്? അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഇവിടെ എല്ലാവരും പറയുന്നത് എന്തുട്ടാണെന്ന് അറിയാവോ? ഗൗരിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ്. നമ്മൾ അവളുടെ ഭാഗം കൂടി കേൾക്കണ്ടേ അമ്മേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും കേട്ടോ. ധ്രുവൻ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു രാത്രി മൊത്തം കൂടെ താമസിപ്പിച്ചത് അവളെ പൂജിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അല്ലല്ലോ. അപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ അങ്ങനെയൊന്നും പറയല്. ഒരു രാത്രി ഗൗരീനെ തട്ടിക്കൊണ്ട് പോയി, രാത്രിയിൽ ഒരു രാത്രി ഒരുമിച്ച് താമസിച്ചു എന്ന് പറയുന്നതും ശരി തന്നെയാണ്. പക്ഷേ നോർത്ത് വല്ലതും സംഭവിക്കണമെന്നുണ്ടോ? ഒരാണ് ഒരു രാത്രി കൂടെ ഉണ്ടായിരുന്നെന്ന് വെച്ച് ഒരു പെണ്ണിന് എന്തൊട്ടേലും സംഭവിക്കുമോ? അതെന്താടി സംഭവിക്കാത്ത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഞാനും ആദർശേട്ടനും എത്ര രാത്രി ഒരുമിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഞങ്ങളുടെ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് വേണി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധാമണി ഞെട്ടി കേട്ടോ. നീ എന്താ പറഞ്ഞത്? ഈ ധ്രുവനുണ്ടല്ലോ, അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല, അവൾ പരിശുദ്ധയാ, അവൾ നിഷ്കളങ്കയാ, അത് സത്യവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണി, നീ എന്തായി പറയുന്നത്? ഇത്ര കാലമായിട്ടും നിനക്കും ആദർശിനിടയിൽ ഒന്നും നടന്നിട്ടില്ലാന്നോ? അപ്പോഴേക്കും വേണി പറഞ്ഞ, അമ്മ വിഷയം മാറ്റില്ലേ അമ്മ. ഞാൻ എന്താ പറഞ്ഞ അമ്മ എന്താ കേൾക്കണേ? ഞാൻ പറയണം അമ്മ ഒന്ന് കേക്ക്. ഗൗരി പരിശുദ്ധയാണ്. ഗൗരി പരിശുദ്ധ, നിനക്ക് എവിടെ നിന്നാണ് ഈ വാക്കൊക്കെ കിട്ടിയത്? തിരുവനന്തപുരംകാർ നിന്നെ പഠിപ്പിച്ച വാക്കൊക്കെയാണോ ഇത്? തിരുവനന്തപുരംകാരൻ നിന്നെ പഠിപ്പിച്ച വാക്കൊക്കെയാണോ ഇത്? ഗൗരി പരിശുദ്ധയാണ് പോലും. പരിശുദ്ധ നിന്നെ അവർ പറഞ്ഞു പഠിപ്പിച്ചത്? നിന്നെ കെട്ടിയവനാണോ പറഞ്ഞു പഠിപ്പിച്ചത്? അതോ ആ പ്രൊഫസറാണോ നിന്നെ പഠിപ്പിച്ചത്? അതോ ആ നന്ദിനി നിൻ്റെ അമ്മായിയമ്മയാണോ പഠിപ്പിച്ചത്? നീ എന്നെ ഒന്നും പഠിപ്പിക്കാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ നോക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അവൾ ആരാണെന്നും അവൾ എന്താ ചെയ്തതെന്നും ഒക്കെ മനസ്സിലായി. അവൾക്ക് വക്കാലത്ത് പറയാനായിട്ട് ഇനി മേലെ നീ എന്നെ വിളിച്ചേക്കരുത്. അവൾക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി നിന്നെ അവർ പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ? അപ്പം അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം കേട്ടോ. അമ്മയുടെ ഈ സ്വഭാവം കാരണം ഗൗരിയുടെ ജീവിതം അമ്മ നശിപ്പിച്ച് കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ശരി, ഞാനാണോ നശിപ്പിക്കുന്നത്? നിനക്കെന്താ മനസ്സിലാക്കാത്തത്? ഇതിനിടയിൽപ്പെട്ട് നശിപ്പിക്കുന്നത് നിൻ്റെ ജീവിതമാണ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാര്യം അങ്ങോട്ട് വിട്ടേരെ. ഞാനിവിടെ ഹാപ്പിയാണ്, എൻ്റെ കാര്യം വിട്ടേരെ. നമ്മുടെ വീടും അമ്മയുടെ മരുമകളുടെ കാര്യമൊക്കെ അമ്മ നോക്കിയാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. ഈ സമയത്ത് അവളുടെ ഒപ്പമാണ് അമ്മ നിൽക്കേണ്ടത്. എൻ്റെ വേണിമോളെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്കിതെന്താ പറ്റിയേ? നീ ഇക്കാര്യം പറയാൻ വേണ്ടി വിളിക്കണ്ട.
എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയം ഗൗരിയും എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ശങ്കറിനെ എങ്ങനെ ഇത് പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കണം എന്നറിയാതെ ശങ്കറിൻ്റെ ഈ ഒരു അവസ്ഥയിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. സി ഓക്കെ, താങ്ക് യു.